ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. നമസ്കാരം. എസ് നായർ ആസ്ട്രോ ആൻഡ് പാമിസ്റ്റിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ 14 മുതൽ 2025 ഡിസംബർ 20 വരെ, അതായത് 1201 വൃശ്ചിക മാസം 28 മുതൽ 1201 ധനു മാസം 5 വരെയുള്ള നിങ്ങളുടെ വാരഫലം എങ്ങനെയെന്ന് ഒന്ന് നോക്കാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക 15 നാഴിക. ഇവർക്ക് ഈ ആഴ്ച അത്ര നല്ല സമയം അല്ല. മാതാവിന് അസുഖമുണ്ടാകാൻ സാധ്യത കാണുന്നു. കർമ്മരംഗത്ത് ഗുണം കുറയുന്ന സമയമാണ്. പണം കൂടുതൽ ചിലവാകും. ഇടവം രാശി. കാർത്തിക 45 നാഴിക, രോഹിണി, മകയിര 30 നാഴിക. ഇവർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായ സമയമാണ്. മേലധികാരികളിൽ നിന്നും പ്രതീക്ഷിച്ച അത്ര ഗുണം ഉണ്ടാവുകയില്ല. പുണ്യക്ഷേത്ര ദർശനം നടത്തും. മിഥുനം രാശി. മകയിരം 30 നാഴിക, തിരുവാതിര, പുണർദം 45 നാഴിക. ഇവർക്ക് ഈ ആഴ്ച ഗുരുക്കന്മാർക്ക് ബലിതർപ്പണം നടത്തും. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടതായി വരും. വാഹനം കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം. കർക്കിടകം രാശി. പുണർദം 15 നാഴിക, പൂയം, ആയില്യം. ഇവർക്ക് ഈ ആഴ്ച വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും. നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ സാധിക്കും. വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടുകൂടി പെരുമാറും. ദേവാലയങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിഷ്ഠയോടെ ചെയ്യുന്നതായിരിക്കും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം 15 നാഴിക. ഇവർക്ക് ഈ ആഴ്ച മക്കളുടെ വിവാഹം വളരെ ഭംഗിയായി നടത്താൻ സാധിക്കും. ഈശ്വര കടാക്ഷം നല്ലതുപോലെയുള്ള സമയമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുടക്കം കൂടാതെ നടക്കും. കന്നിരാശി. ഉത്രം 45 നാഴിക, അത്തം, ചിത്തിര 30 നാഴിക. ഇവർക്ക് ഈ ആഴ്ച സ്വന്തമായി നടത്തുന്ന ബിസിനസ്സിൽ ഒരു കക്ഷിയെ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കും. വീട്ടിലെ കാര്യങ്ങൾ എല്ലാം വളരെ ഭംഗിയായി നടത്താൻ കഴിയും. പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. തുലാം രാശി. ചിത്തിര 30 നാഴിക, ചോതി, വിശാഖം 45 നാഴിക. ഇവർക്ക് ഈ ആഴ്ച ശാരീരികമായി അത്ര നല്ല സമയമല്ല. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. കടം കൊടുത്ത പണം തിരികെ കിട്ടാനുള്ള യോഗവും കാണുന്നു. വൃശ്ചികം രാശി. വിശാഖം 15 നാഴിക, അനിഴം, കേട്ട. ഇവർക്ക് ഈ ആഴ്ച ദൂരയാത്ര ചെയ്യേണ്ടതായി വരും. നല്ല പേരും പ്രശസ്തിയും ഉണ്ടാകും. സ്ഥാനമാനങ്ങൾ കിട്ടാനുള്ള യോഗമുണ്ട്. ചതിയിൽപ്പെടാതെ സൂക്ഷിക്കുക. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം 15 നാഴിക. ഇവർക്ക് ഈ ആഴ്ച പൊതുകാര്യങ്ങളിൽ നല്ലതുപോലെ പ്രവർത്തിച്ച് സ്ഥാനങ്ങൾ കിട്ടാനുള്ള ഭാഗ്യം കാണുന്നു. ജനസമ്മതരായി മാറും. പണം അല്പം കൂടുതൽ ചിലവാകും. യാത്രകൾ ചെയ്യേണ്ടതായി വരും. മകരം രാശി. ഉത്രാടം 45 നാഴിക, തിരുവോണം, അവിട്ടം 30 നാഴിക. ഇവർക്ക് ഈ ആഴ്ച സഹോദരങ്ങൾക്ക് ധനസഹായം ചെയ്യേണ്ടതായി വരും. ഭാര്യയുടെ കൈവശമുള്ള ധനം കുറച്ച് നഷ്ടം വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ഏത് കാര്യം ചെയ്യുന്നതും വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. കുംഭം രാശി. അവിട്ടം 30 നാഴിക, ചതയം, പൂരുരുട്ടാതി 45 നാഴിക. ഇവർക്ക് ഈ ആഴ്ച കൂട്ടുകച്ചവടത്തിൽ നഷ്ടം വരാതെ നോക്കണം. യാത്രകൾ ചെയ്യേണ്ടതായി വരും. മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും. മനോവിഷമം കൂടാനുള്ള സാധ്യതയും ഉണ്ട്. മീനം രാശി. പൂരുരുട്ടാതി 15 നാഴിക, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് ഈ ആഴ്ച പണത്തിന്റെ ബുദ്ധിമുട്ട് ഒരു പരിധി വരെ മാറിക്കിട്ടും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ മാറ്റം വരും. സഹോദരിയുടെ വിവാഹം ഉറപ്പിക്കും. വീട്ടിൽ സന്തോഷം നിലനിൽക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ പേരും രാശിയും കമന്റ് ബോക്സിലിട്ട് എന്നെ അറിയിക്കുക. എൻ്റെ പൂജയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാകും എന്ന വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം.